ഹായ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 കേരള യൂണിവേഴ്സിറ്റിയുടെ PGCSS ഡിപ്പാർട്ട്മെന്റിലേക്ക് എൻട്രൻസ് എക്സാമിനേഷന് ഫിസിക്സിന് വേണ്ടിയിട്ട് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിനു മുന്നേ ഞാൻ എങ്ങനെയാണ് ഈ പറയുന്ന എക്സാം നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, സോ ഈ 100ഓളം ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഈച്ച് ശരിയായിട്ടുള്ള ആൻസറിനും കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 1 മാർക്കാണ്. ഓക്കെ, ശരിയായിട്ടുള്ള ഓരോന്നിനും 1 മാർക്ക് കിട്ടും. തെറ്റായിട്ടുള്ള ഓരോ ആൻസേഴ്സിനും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1/4 ആണ്. ഓക്കെ, 1/4 ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കിട്ടുക. ഓക്കെ, അപ്പം ഈ എക്സാമിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ increase attempt. Okay, attempt and reduce നെഗറ്റീവ് മാർക്കിംഗ്. പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, സോ ഈ വർക്ക്ഔട്ട് എങ്ങനെ ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഒരു വീഡിയോ സെഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷനിലോട്ട് പോവാം. അതായത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റോട്ടെ. അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രസകരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ എന്തായാലും നോക്കാം, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിലോട്ട് നേരെ എന്ത് ചെയ്യാം? കടക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ദ സിംഗിൾ പാർട്ടിക്കിൾ ഡെൻസിറ്റി ഓഫ് എ സ്റ്റേറ്റ് ഓഫ് എ ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് വിത്ത് പാർട്ടിക്കിൾ എനർജി ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു. ഓക്കെ, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അതായത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ്. അപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അയാളുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡി എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ വേറൊരു കളർ ഇട്ട് എഴുതാം. ഡി ഈസ് ഈക്വൽ ടു, ഓക്കെ, ഡി എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഡി യെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഞാൻ എഴുതാൻ റെഡ് എടുക്കുന്നത്. ഡി ഇസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ രീതിയിൽ എനിക്ക് വേറെ രീതിയിൽ ഡി എൻ ഡിവൈഡ് ബൈ ഡി ഇ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇയാളുടെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി ബൈ 2π സ്ക്വയർ, അതേപോലെ 2m ഡിവൈഡ് ബൈ h കട്ട് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. ഓക്കെ, നമ്മുടെ ആൻസറിലോട്ട് എത്തുന്നത് ഇയാളാണ്. ഓക്കെ, അതായത് ഇ റൈസ് ടു 1/2. ഓക്കെ, അപ്പം ഡി റിലേറ്റ് ടു ഇ റൈസ് ടു 1/2. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി ഇ റൈസ് ടു 1/2 എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഇക്വേഷൻ എക്സ്പ്രഷൻ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് എമ്മിന്റെ ഡിപ്പെൻഡൻസ്, മാസിന്റെ ഡിപ്പെൻഡൻസ് ചോദിക്കാം. ഓക്കെ, മാസ് ഡിപ്പെൻഡൻസ് ചോദിക്കാം. അതേപോലെ വോളിയം ഡിപ്പെൻഡൻസ് ചോദിക്കാം. ഓക്കെ, അതേപോലെ എനർജി ഡിപ്പെൻഡൻസ് നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സിമട്രി ഈസ് വയലേറ്റഡ് ഇൻ വീക്ക് ഇന്ററാക്ഷൻ. ഓക്കെ, വീക്ക് ഇന്ററാക്ഷന്റെ കേസിൽ ഏത് സിമട്രിയാണ് വയലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം വീക്ക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ആരാ? വീക്ക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ബീറ്റ പാർട്ടിക്കിൾ എമിഷനാണ്. ഓക്കെ, ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ ആണ്. ഓക്കെ, ബേസിക്കലി നമുക്ക് എന്തെന്ന് പറയാം? ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ ആണെന്ന് പറയാം. സോ അവിടെ കൺസേർവ്ഡ് അല്ലാത്ത ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൺസേർവ്ഡ് അല്ലാത്ത കൺസർവേഷൻ എന്ന് പറയുന്നത് പാരിറ്റി ആണ്. ഓക്കെ, പാരിറ്റി ഈസ് നോട്ട് കൺസേർവ്ഡ് എന്ന് പറയാം. ഓക്കെ, പാരിറ്റി എന്തല്ല?
കൺസേർവ്ഡ് അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വീക്ക് ഇന്ററാക്ഷന്റെ കേസിൽ നമുക്ക് പാരിറ്റി എന്ത് ചെയ്യത്തില്ല, കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം വീക്ക് ഇന്ററാക്ഷന്റെ കേസിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ പറയണം? വീക്ക് പാർട്ടിക്കിൾസ് ആണ് വീക്ക് പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, വീക്ക് ഇന്ററാക്ഷൻ പോസിബിൾ ആക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. വീക്ക് പാർട്ടിക്കിൾസ്, ഓക്കെ, വീക്ക് പാർട്ടിക്കിൾസ്. സോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ബേസിക് ആയിട്ട് നമുക്ക് കൺസർവേഷൻ ലോസിൽ പറയുന്ന കുറച്ച് കൺസർവേഷൻ ലോസ് ഒക്കെ ഉണ്ടല്ലേ. മൊമെന്റം കൺസർവേഷൻ പറയുന്നുണ്ട്, ലീനിയർ മൊമെന്റം കൺസർവേഷൻ പറയുന്നുണ്ട്, എനർജി കൺസർവേഷൻ പറയുന്നുണ്ട്, ചാർജ് കൺസർവേഷൻ പറയുന്നുണ്ട്. ഇതെല്ലാം ഇന്ററാക്ഷന്റെ കേസിൽ കൺസേർവ്ഡ് ആണ്. ബട്ട് വീക്ക് ഇന്ററാക്ഷന്റെ കേസിൽ പാരിറ്റി എന്ന് പറയുന്നത് എന്തില്ല, കൺസേർവ്ഡ് അല്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് സൈൻ റിവേഴ്സൽ എന്ന് പറയുന്നത് അഫക്ട് ചെയ്യത്തില്ല. അതായത് സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈ ഓഫ് മൈനസ് എക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പാരിറ്റി കൺസേർവ്ഡ് ആണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പക്ഷേ ഈ പാരിറ്റി കൺസർവേഷൻ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലഗ്രാഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്ലിക് കോർഡിനേറ്റ്. ഓക്കെ, എൽ എന്ന് പറയുന്നത് എല്ലിന്റെ സൈക്ലിക് ആയിട്ടുള്ള കോർഡിനേറ്റ്. ഓക്കെ, എല്ലിന്റെ സൈക്ലിക് ആയിട്ടുള്ള കോർഡിനേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതായത് നമുക്കറിയാം ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, ഡി ബൈ ഡി ടി ഓഫ് ഒരു ബ്രാക്കറ്റിനകത്ത് കൊടുക്കുകയാണ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് മൈനസ് ഡോ എൽ ഡിവൈഡ് ബൈ ഡോ ക്യൂ ഇസിക്കൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇസിക്കൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡോ എൽ ബൈ ഡോ ക്യൂ ഇസിക്കൽ ടു 0 എന്നാണ് എഴുതാൻ പോകുന്നത് അല്ലേ. ഡോ എൽ ബൈ ഡോ ക്യൂ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോ എൽ ബൈ ഡോ ക്യൂ ഇസിക്കൽ ടു എന്താ 0 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. കാരണം എന്താ, അതൊരു സൈക്ലിക്കാ. ഓക്കെ, അപ്പൊ 0 എന്ന് പറയാം. ഇത് 0 ആണെങ്കിൽ ഇത് ഈക്വൽ ടു 0 എന്ന് പറയാം. ഈ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ഉണ്ട്, അവിടെ ഒരു ക്യൂ ഡോട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡോ ക്യൂ ഡോട്ട് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. സോ അതുകൊണ്ട് എൻ്റെ ഒരു ഓപ്ഷൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പാരിറ്റി ഇവിടെ നമ്മൾ കൊടുത്തു. അതേപോലെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 4ാമത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വിചാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മളിവിടെ റേഡിയേഷൻ ക്യാവിറ്റി എടുക്കുകയാണ്. അപ്പോൾ റേഡിയേഷൻ ക്യാവിറ്റിയിൽ സ്വാഭാവികമായിട്ടും ഒന്നുണ്ട്, റേഡിയേഷൻ ഉണ്ട്. റേഡിയേഷൻ എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത് സ്പിന്ന് എന്തായിട്ടുള്ള ആൾക്കാരാണ്, സ്പിന്ന് 1 ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പം സ്പിന്ന് 1 ആയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ നമുക്ക് ഫോട്ടോൺസിന്റെ കേസിൽ നമുക്ക് എന്തെന്ന് പറയാം, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഫോട്ടോൺസ് ഒക്കെ ഒരു പാർട്ടിക്കിൾസ് എന്നുള്ള രീതിയിൽ കൺസിഡറേഷൻ കൊടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക. ഓക്കെ, പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോളിയം ഓഫ് എ റേഡിയേഷൻ ക്യാവിറ്റി ഈസ് 200 കെൽവിൻ ഈസ് അഡിയാബാറ്റിക്കലി ഇൻക്രീസ്ഡ് ഫ്രം 10 സെന്റിമീറ്റർ ക്യൂബ് ടു 640 സെന്റിമീറ്റർ ക്യൂബ്. ദ ടെമ്പറേച്ചർ ഓഫ് ദി ക്യാവിറ്റി ചേഞ്ചസ് ടു. ഓക്കെ, അതായത് അഡിയാബാറ്റിക്കലി ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അഡിയാബാറ്റിക്കലി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അഡിയാബാറ്റിക്കലി വേറൊരു കളറിൽ എഴുതാം, അഡയാബാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അഡയാബാറ്റിക് ആണ്. ഓക്കെ, അഡയാബാറ്റിക് ആണ്. അതേപോലെ എന്ത് പറഞ്ഞിട്ടുണ്ട്, വോളിയം V1 to V2 ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്താ സംഭവിക്കണേ, നമുക്ക് വോളിയം അഡയാബാറ്റിക് ആവുന്നെന്ന് പറയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 1 സ്പിന്നുള്ള ആൾക്കാരാണ്, സ്പിൻ 1 ആണ്. സ്പിൻ 1 ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബോസോൺസ് എന്ന് പറയാം. ഓക്കെ, സ്പിൻ 1 ആയി കഴിഞ്ഞാൽ നമുക്ക് സ്പിന്ന് 1 ഉള്ള ആൾക്കാരൊക്കെ എന്താ, ബോസോൺസ് അല്ലേ. പക്ഷെ അതിനോട് പ്രസക്തിയിട്ടില്ല. പക്ഷെ ഞാൻ സ്പിന്ന് 1 ആണെന്നുള്ള രീതിയിൽ പറയാണ്. ഫോട്ടോൺസ് അല്ലേ, അവരുടെ സ്പിന്ന് 1 ആണ്. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം സ്പിന്ന് 1 ആണ്. അപ്പം മോണോ അറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, അല്ലെങ്കിൽ ഒരൊറ്റ പാർട്ടിക്കിൾ, ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആണ്. അവരിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊരു മോണോ അറ്റോമിക് ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, മോണോ അറ്റോമിക് ഗ്യാസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മോണോ അറ്റോമിക് ഗ്യാസസിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
CP/CV പറയാൻ പറ്റും. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, 5/3 ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. CP/CV എന്ന് പറയുന്നത് ഗാമ വാല്യൂ ആണ്. അപ്പോൾ അത് 5/3 ആണ് മോണോറ്റോമിക് ഗ്യാസസിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ, ഈ ക്വസ്റ്റ്യൻ അത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എഴുതാൻ പറ്റും. ഓക്കെ, T1 V1 റൈസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു T2 V2 റൈസ് ടു ഗാമ മൈനസ് 1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, T2 അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് മോഡിഫൈ ചെയ്ത് ഇക്വേഷനെ മാറ്റി എഴുതാൻ പോവുകയാണ്. T2 ഡിവൈഡ് ബൈ T1 ഇസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V2 ദ ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 എന്ന് എഴുതാം. ഇവിടെ ഗാമ എന്ന് പറയുന്നത് 5/3 ആണ് എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പൊ T2 ഡിവൈഡ് ബൈ 200 ഇസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V2. V1 10 ആയിരുന്നു, V2 എന്ന് പറയുന്നത് 640 ആണ്. അപ്പൊ 10/640 എന്ന് പറയുമ്പോൾ 1/64, 1/64 ദ ഹോൾ റൈസ് ടു 5/3 മൈനസ് 1, അപ്പം 2/3 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പൊ ആ 2/3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് T2 ഡിവൈഡ് ബൈ 200 ഈക്വൽ ടു എന്താ 1/16 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, അതായത് റൂട്ട് ക്യൂബ് എടുക്കണം, അപ്പോൾ 4 വരും, അതിന്റെ സ്ക്വയർ എടുക്കണം, അപ്പോൾ 16 കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ 1/16 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഓക്കെ, 1/16 എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് T2 എന്ന് പറയുന്നത് 200 ഡിവൈഡ് ബൈ 16 വരണം. സോ ഇത് അറൌണ്ട് 12.5 കെൽവിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ആക്ച്വലി ഈ പറയുന്ന വാല്യൂ ആണ് അറൌണ്ട് ഇവിടെ വരേണ്ടിയിരുന്നത്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറൌണ്ട് 12.5 എന്നുള്ള കെൽവിൻ വാല്യൂ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. കാരണം ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് ശരിയെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വർക്ക് ഡൺ ആണ്. നെഗറ്റീവ് വർക്ക് ഡൺ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ കുറയുകയാണ് വേണ്ടത്. പക്ഷേ ടെമ്പറേച്ചർ കുറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയും എടുത്തു അല്ലേ. അപ്പൊ ഞാൻ ഇതിനൊന്ന് മാച്ചിട്ട് ഓപ്ഷൻസ് മാത്രം, ആൻസേഴ്സ് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12.5 T2 ഞാൻ ഓപ്ഷൻ എഴുതുന്ന, ആൻസർ എഴുതുന്ന മെത്തേഡ് മാത്രം ഞാൻ ഇവിടെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാച്ച് കളയുകയാണ്. ഓക്കെ, അടുത്തത് എന്താ, നമ്മൾ എന്താ ഓപ്ഷൻ വെച്ച് പറഞ്ഞേ, അല്ലെങ്കിൽ അത് എന്ത് വെച്ചിട്ടാ പറഞ്ഞേ, T1 V1 റൈസ് ടു ഗാമ മൈനസ് 1, അതേപോലെ T2 V2 റൈസ് ടു ഗാമ മൈനസ് 1 എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ടാ പറഞ്ഞേ അല്ലേ. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന T2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്, T2 എന്ന് പറയുന്നത്, T2 നമുക്ക് ഇങ്ങനെ എഴുതാം, T2 എനിക്കിവിടെ കിട്ടിയ T2 എന്ന് പറയുന്നത് 12.5 ആണ്. ഓക്കെ, കെൽവിൻ ആണ് എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, T2 ആണെന്ന് വിചാരിക്കുന്നു. ആ വാല്യൂ ആണ് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ബട്ട് അല്ലാത്ത വാല്യൂ ആണ് എനിക്ക് അതിൽ കിട്ടിയത്. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് നോക്കാം, തെറ്റുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം, ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ T2 എന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്താ പറയണേ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനകത്ത് 5. ഓക്കെ, സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യനകത്ത് റൂബി ലേസറിന്റെ വേവ് ലെങ്ത് ആണ്. റൂബി ലേസറിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് റൂബി ആണ്. ഓക്കെ, റൂബി ലേസർ എന്ന് പറയുന്നത് റൂബി ആയിട്ടുള്ള ഡയമണ്ടിനെ നമ്മൾ റൂബി ആയിട്ടുള്ള ക്രിസ്റ്റലിനെ നമ്മൾ എടുത്തിട്ട് അയാളെ എന്ത് ചെയ്യാണ്, ലേസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം റൂബി ലേസേഴ്സിന്റെ കേസിൽ റൂബി എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, റെഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ആൾക്കാരാണ്. അതേപോലെ അയാളുടെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 694 നാനോമീറ്റർ ആണ്. ഓക്കെ, 694 നാനോമീറ്റർ ആണ് നമുക്ക് റൂബി ലേസറിന്റെ വേവ് ലെങ്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വേസ് ഓഫ് പ്ലേസിംഗ് 4 ഇൻഡിസ്റ്റിങ്വിഷബിൾ ബാൾസ് ഇൻടു 5 ഡിസ്റ്റിങ്വിഷബിൾ ബോക്സസ് ആണ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് 17 ആണ്. ഓക്കെ, 70 ആണ്, 17 അല്ല 70, സോറി, 7 ആറാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 70 ആണ്. സോ ഇത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാനായിട്ട് പറ്റും. സോ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 70 ആൻസേഴ്സ് ഞാൻ ഗ്രീനിൽ എഴുതാണ്. ഓക്കെ, 70 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അതിൻ്റെ ഓപ്ഷൻ കൃത്യമായിട്ട് വരത്തില്ല.
സോ അതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് അറൗണ്ട് 15 ആണ് വരേണ്ടത്. ബട്ട് ആ 15 എന്ന് പറയുന്ന വാല്യൂ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഓപ്ഷൻ ആൻസറും എന്താണ് ആ ഒരു പിശകുള്ള ആൻസർ ആണ്. ഓക്കെ, 15 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഓക്കെ, നോ ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. സോ ഇതും അതുപോലെ തന്നെ നോ ഓപ്ഷൻ. ഓക്കെ, സോ അതുപോലെ കിട്ടും. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്റർഫറൻസ് പാറ്റേൺസ് വെച്ചിട്ടാ. ഓക്കെ, അപ്പൊ ഇന്റർഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്റർഫറൻസിന്റെ ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മാൾ ഡി എന്ന് പറയുന്നത്. ഇതിനകത്ത് ലാംഡ എന്ന് പറയുന്ന വേവ് ലെന്ത്, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദ സ്ലിറ്റ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ്. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടുന്ന β1 എന്ന് പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടുന്നത് ഞാൻ എഴുതിയിട്ട് പിന്നീട് മായ്ക്കും. ഓക്കെ, β1 എന്ന് പറയുന്നത് 600 ഡി ഡിവൈഡ് ബൈ സ്മാൾ ഡി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ആ രീതിയിലല്ലേ ചോദിച്ചേക്കണേ, 600 ഡി എന്നല്ലേ പറഞ്ഞേക്കണേ. ഓക്കെ, 600 ഡി എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ കേസിൽ എന്താ പറയണേ, ഒരു 4/3 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലേക്ക് ഈ ലെൻസിനെ അല്ലെങ്കിൽ ഈ മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെ നമ്മൾ ഡിപ്പ് ചെയ്യുകയാണ്. സോ ആ സമയത്ത് ഫ്രിഞ്ച് വിഡ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എൻ എന്ന് പറയുന്നത് സി ബൈ വി ആണ്. ഓക്കെ, എൻ എന്ന് പറയുന്നത് എന്താണ്, സി ബൈ വി ആണ് അല്ലെ. അപ്പൊ എൻ സി ബൈ വി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, എൻ ഇസിക്കൽ ടു സി ബൈ വി ആണ്. ഓക്കെ, സി എന്ന് പറയുന്നത് ലാംഡ ന്യൂ ഡിവൈഡ് ബൈ ലാംഡ 1 ന്യൂ ഡിവൈഡ് ബൈ ലാംഡ 2 ന്യൂ എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ, രണ്ട് മീഡിയത്തിനകത്തുമുള്ള ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവത്തില്ല, പക്ഷെ വേവ് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവും. വേവ് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നതിനനുസരിച്ചാണ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്ന ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ പറയുന്ന ഫ്രീക്വൻസി ആൾക്കാരെ വെട്ടിക്കളയാം. ഓക്കെ, ഈ ഫ്രീക്വൻസിയെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ലാംഡ 1 ഡിവൈഡ് ബൈ ലാംഡ 2 എന്ന് കിട്ടും. അതായത് ഇതിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിൽ വരുന്ന സമയത്ത് അവന്റെ ലാംഡ 2 വേവ് ലെങ്ത്, ആദ്യം ഉണ്ടായിരുന്ന ലാംഡ 1 ആയിരുന്നു, ആ വേവ് ലെങ്ത് ലാംഡ 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ 2 ഇസ് ഈക്വൽ ടു ലാംഡ 2 ഇസ് ഈക്വൽ ടു അത് നമുക്ക് പറയാൻ പറ്റും ലാംഡ 1 ഡിവൈഡ് ബൈ n1 എന്ന് പറയാൻ പറ്റും അല്ലെ. അതിൽ നിന്ന് ലാംഡ 2 എന്ന് പറയുന്നത് ആരാ, ആദ്യം ഉണ്ടായിരുന്നത് 600 ആണ്, അത് ഡിവൈഡ് ബൈ 4/3 എന്ന് വരും. അപ്പൊ 3/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ റിസൾട്ട് ആണ്. ഇപ്പം നമുക്ക് β2 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, β2 എന്ന് പറയുന്നത് ആരായി, ഇത് β1 ആയിരുന്നു, ഇത് β2 ആയി. ഓക്കെ, അപ്പൊ β2 എന്ന് പറയുന്നത് ലാംഡ 2 ഇൻറ്റു ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ ഡി എന്നാവും ഇല്ലേ. അതായത് 600 ഇൻറ്റു 3/4. ഇത് ലാംഡ മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ ഡി. ഓക്കെ, അപ്പൊ ഈ β1 β2 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ നമുക്ക് വെട്ടിക്കളയാം. 600 ഡി വെട്ടിക്കളഞ്ഞൂടെ. ഓക്കെ, ഇവിടെ ഒരു 600 ഉണ്ട്, അത് വെട്ടിക്കളയാം. ഓക്കെ, അതേപോലെ ഒരു ഡി ഉണ്ട്, ആ ഡി നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. സോ നമുക്ക് കിട്ടുന്നത് β1 ഡിവൈഡ് ബൈ β2 എന്ന് പറയുന്നത് 1/3/4 എന്ന് കിട്ടും. ഓക്കെ, അതായത് 4/3 എന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാം β1 എന്ന് പറയുന്നത് ആരാ, 2 മില്ലിമീറ്റർ. ഓക്കെ, ഡിവൈഡ് ബൈ β2 എന്ന് പറയുന്നത് 4/3 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് β2 എന്ന് പറയുന്നത് 6/4 എന്ന് കിട്ടും. അതായത് 3/2 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്, 3/2 മില്ലിമീറ്റർ ആണോ. 3/2 മില്ലിമീറ്റർ അല്ലേ, 3/2 മില്ലിമീറ്റർ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്തുള്ള ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ആൻസറും അതിൻ്റെ കീ പോയിന്റ്സ് മാത്രം നമുക്ക് നോട്ട് ചെയ്ത് പോവാം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൾറെഡി നമ്മളിപ്പോൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യുക, എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, n ഇസ് ഈക്വൽ ടു ലാംഡ 1 ഡിവൈഡ് ബൈ ലാംഡ 2 ആണ് അല്ലേ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരാ, ആൻസർ എന്ന് പറയുന്നത് 3/2 ആണ്. ഓക്കെ, അതായത് നമ്മുടെ
ബീറ്റ അല്ലല്ലോ. ഓക്കെ, ബീറ്റ 2 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബീറ്റ 2 എന്ന് പറയുന്നത് 3/2 മില്ലിമീറ്റർ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാവിറ്റോണിനെ പറ്റിയിട്ടാണ്. 9ാമത്തെ ഗ്രാവിറ്റോൺ എന്ന് പറയുന്നത് ആരാണ്? ഗ്രാവിറ്റോൺ. ഗ്രാവിറ്റോൺ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലെ നമ്മൾ ഫോഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്കറിയാം പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഫോഴ്സാണ് നമ്മൾ പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അതേപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് ഒക്കെ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. ചില പാർട്ടിക്കിൾസ് ഫണ്ടമെന്റലി നമ്മൾ പറയുന്ന പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. സോ അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ടിക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റോൺസ് എന്ന് പറയും. ഓക്കെ, ഗ്രാവിറ്റോൺസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷന്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഈ ഗ്രാവിറ്റോൺസിന്റെ സ്പിന്ന്, ഗ്രാവിറ്റോൺ, ഓക്കെ, ഗ്രാവിറ്റോൺസിന്റെ സ്പിൻ എന്ന് പറയുന്നത് ആരാ? ഗ്രാവിറ്റോൺസിന്റെ സ്പിൻ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഗ്രാവിറ്റോണിന്റെ സ്പിൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഫോട്ടോണിന്റെ സ്പിൻ 1 ആണ്. ഗ്രാവിറ്റോണിന്റെ സ്പിൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, ഗ്രാവിറ്റോണിന്റെ സ്പിൻ എന്ന് പറയുന്നത് 2 ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് മെമ്മറി ഡിവൈസ് ആരാണെന്നുള്ളതാണ്. ഓക്കെ, ഇൻ ദ ബേസിക് മെമ്മറി എലമെന്റ് ഇൻ എ ഡിജിറ്റൽ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ഡിവൈസ് ആണ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മെമ്മറി ഡിവൈസ് ആണ്. ലൈറ്റ് ഫ്ലോപ്പ്. ഓക്കെ, സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു മെമ്മറി ഡിവൈസ് ആയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് മെമ്മറി ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം അടുത്ത ഔട്ട്പുട്ട് തരുന്ന തരത്തിലുള്ള ഡിവൈസ് ആണ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഞാൻ 70 ആണ് ആൻസർ പറഞ്ഞത്. സോ ഇതിനകത്ത് റൂബി ലേസറിനകത്ത് 640, 694 ആണ് ആൻസർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ഈ സെക്ഷനകത്ത് ഈ ക്വസ്റ്റ്യൻ, ഇതിനകത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. സോ 11ാമത്തെ ക്വസ്റ്റ്യൻ ഇസാക്കി ഡയോഡ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇസാക്കി ഡയോഡ് എന്ന് പറയുന്നത് മെയിൻലി എന്താ? ഇസാക്കി ഡയോഡ് എന്ന് പറയുന്നത് ഒരു ടണൽ ഡയോഡാണ്. ഓക്കെ, ഇസാക്കി ഡയോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടണൽ ഡയോഡ്. ഓക്കെ, 11 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇസാക്കി ഡയോഡ് എന്ന് പറയുന്നത് ടണൽ ഡയോഡാണ്. ഓക്കെ, ഇസാക്കി ഡയോഡ്. ഓക്കെ, ടണൽ ഡയോഡ്. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഈ കർവേച്ചർ ഒക്കെ പറയുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ നോക്കി വെച്ചോളണം ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന്റെ. ഇതിനകത്തൊരു കർവ് കാണിക്കുന്നുണ്ട്. ഈ കർവ് എന്ന് പറയുന്നത് ബേസിക്കലി അയാൾ കാണിക്കുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഈ ടണൽ ഡയോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കാണിക്കും. ഓക്കെ, ഞാൻ ഒരു കുറച്ചുകൂടെ തിക്നെസ് കുറച്ചിട്ട് വരച്ചിട്ടേക്കാം. ഓക്കെ, സോ ഇതിനകത്ത് ഇത് രീതിയിൽ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേര് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഇതിനകത്ത് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേണ്ടത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ 12ാമത്തെ ക്വസ്റ്റ്യനകത്ത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് C/A റേഷ്യോ ആണ്. ഓക്കെ, C/A റേഷ്യോ നമ്മളെന്ന് പറയുന്നത് എന്താ? C/A റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എടുക്കുകയാണ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ C/A വാല്യൂ എന്താണെന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക 1.6 ആണ് അയാളുടെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഗ്രാഫിക്കലി അല്ലെങ്കിൽ റേഷ്യോയിൽ നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് √8/3 ആണ്. ഓക്കെ, ഇതിലെ ആൻസർ തെറ്റാണ്. കാരണം ഇതിൽ √8/3 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ ആണ്. 13th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? 13th ക്വസ്റ്റ്യൻ. ഓക്കെ, 13th ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രോൺ ഗെയിൻസ് എനർജി സോ ദാറ്റ് ഇറ്റ് മാസ് ബിക്കംസ് 2m0, ഇറ്റ് സ്പീഡ് ഈസ്, ആൻഡ് സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് വേരിയേഷനാണ്. ഓക്കെ, മാസ് വേരിയേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ഒരു പാർട്ടിക്കിളിന്റെ മാസ് എന്ത് ചെയ്യും, കൂടും എന്ന് പറയുന്നതാണ്
മാസ് വേരിയേഷൻ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ എലോങ്. ഓക്കെ അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ അതെങ്ങനെ എഴുതാം? അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം ഇസിക്കൽ ടു m0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ എന്നാണ്. ഓക്കെ അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. സോ അങ്ങനെ ആൻസർ കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ടൈംസ് അല്ലേ ആവുന്നേ? ഓക്കെ 2 ടൈംസ് ആണോ ആവുന്നത്? അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 2m0 ഇസ് ഈക്വൽ ടു m0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ എന്നാവും. m0 ക്യാൻസൽ ആവും. അപ്പം 2 വരും. അവിടെ നിന്ന് സ്ക്വയർ എടുക്കാം. 4 ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 സോറി റൂട്ട് പോയിട്ട് അവിടെ എന്ത് വരും? 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ വരും. 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ വരും. ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് 3/4 എന്ന് വരും. വി ബൈ സി എന്ന് പറയുന്നത് റൂട്ട് 3/2 എന്ന് വരും. ബി സിക്കൽ ടു എന്ന് വരും റൂട്ട് 3/2 ഇൻറ്റു സി എന്ന് വരും. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരായിരിക്കും? ആൻസർ ഇവിടെ ഉണ്ടോ? റൂട്ട് 3/2 ഇൻറ്റു സി എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? വരാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമം ചെയ്യുക, നടത്തുക. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളോട് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. സോ അതുകൊണ്ട് ആ രീതിയിൽ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വി ഇസിക്കൽ ടു റൂട്ട് 3/2 ഇൻറ്റു സി ആയിരിക്കും എന്നുള്ള രീതിയിൽ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ അടുത്തത് പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ DC വോൾട്ടേജ് കണ്ടെത്തണം. ഓക്കെ അപ്പോൾ DC വോൾട്ടേജ് കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന V/√2 എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്. ഓക്കെ അതായത് 1/√2 എന്ന് പറയുന്നത് 0.707 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ 1/√7 എന്ന് പറയുന്നത് 0.707 ആണ് വരുന്നത്. അപ്പോൾ 10ന്റെ RMS ആയിട്ടുള്ള വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 10 ഇൻറ്റു റൂട്ട് ഓഫ് 10 ഡിവൈഡ് ബൈ √2 എന്നുള്ള രീതിയിൽ വരണം. അതായത് 10 ഇൻറ്റു 0.707 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 7.07 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനകത്ത് നോക്കി വെക്കേണ്ടത് VDC എന്ന് പറയുന്നത് V/√2 ആണ്. ഓക്കെ അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ഈ പറയുന്ന വാല്യൂ കണ്ടെത്താനായിട്ട് പറ്റും. V/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 10/√2 എന്ന് വരും. അതായത് 10 ഇൻറ്റു 0.707 എന്ന് വരും. അതിൽ നിന്ന് 7.07 വോൾട്ട് എന്നുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. ഓക്കെ അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനർജി ഗ്യാപ്പ് ഓഫ് ടിപ്പിക്കൽ സൂപ്പർ കണ്ടക്ടേഴ്സ്. സോ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ അതായത് ടിപ്പിക്കൽ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കേസ് പറയാണ്. ഓക്കെ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമുക്ക് അറിയാവുന്ന ഒരൊറ്റ കേസാണ് അയാളുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കണം. റെസിസ്റ്റൻസ് 0 ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താവണം? അബ്സല്യൂട്ട്ലി 0 ആയിരിക്കണം ഐഡിയൽ ആയിട്ടുള്ള സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കേസിൽ. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് അയാളുടെ ബാൻഡ് ഗ്യാപ്പ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് മില്ലി ഇലക്ട്രോൺ വോൾട്ടിന്റെ ടേംസിലായിരിക്കണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 2 ആൾക്കാരുണ്ട്. അതിനകത്ത് ഇവിടെ നോക്കിയേ, ഇതൊരു മെഗാ ഇലക്ട്രോൺ വോൾട്ട്, ഇതൊരു മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരാൾ മില്ലി ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നിരിക്കണം. ഓക്കെ അപ്പോൾ 1 മില്ലി ഇലക്ട്രോൺ വോൾട്ട് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന കേസിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കണ്ടീഷൻ അനുസരിച്ച് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻസർ എന്ന് പറയുന്നത്. ബട്ട് ഒരാൾ എന്തായിരിക്കണം? 1 മില്ലി ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കണം. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അടുത്തത് എ പ്ലെയിൻ വേവ് ഈസ് റെപ്രസെന്റഡ് ബൈ A = A0 e⁻⁴ ഇൻ ദിസ് ഇക്വേഷൻ K റെപ്രസെന്റ്സ്. ഓക്കെ ഈ ഇക്വേഷനകത്ത് K എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ അപ്പോൾ നമുക്കറിയാം A = A0 e⁻⁴ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിൽ K റെപ്രസെന്റ് ചെയ്യുന്നത് ആരാ? K റെപ്രസെന്റ് ചെയ്യുന്നത് വേവ് വെക്ടർ ആണ്. ഓക്കെ ഇതിനകത്ത് K റെപ്രസെന്റ് ചെയ്യുന്നത് വേവ് വെക്ടർ ആണ്. സോ വേവ് വെക്ടർ നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ K എന്ന് പറയുന്നത് വേവ് വെക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ K വേവ് വെക്ടർ ഓക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. ഓക്കെ അടുത്തത്
17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ഒരു ബൂളിയൻ ആൽജിബ്ര സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബൂളിയൻ ആൽജിബ്രയാണ് നമ്മൾ തന്നിരിക്കുന്നത് 17. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? സോ നമുക്കറിയാം ബി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് എ ഡോട്ട് ബി കോംപ്ലിമെന്റ് പ്ലസ് എ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ എഴുതാൻ പറ്റും. ബി ഡോട്ട് ബി എ അതേപോലെ ബി ബി പ്ലസ് എ ഡോട്ട് ബി കോംപ്ലിമെന്റ്. ഓക്കെ, അതേപോലെ എ എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്ലസ് ഇട്ട് കൊടുക്കാം. പ്ലസിന് ഞാനൊരു വേറെ കളർ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു പ്ലസ്, അതേപോലെ ഇവിടെ ഒരു പ്ലസ്, അതേപോലെ ഇവിടെ ഒരു പ്ലസ്. എത്ര പ്ലസ് ആയി? 3 പ്ലസ് ആയി. ബി എ ബി ബി എ ബി എ എ ബി എ ബി ബി പ്ലസ് എ ബി എ എ. ഓക്കെ, അപ്പോൾ എത്രയായി? അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിനകത്തുള്ള എ എന്നുള്ളത് എ ആയിട്ട് എഴുതാം, ബി ബി എന്നുള്ളത് ബി ആയിട്ട് എഴുതാം. സോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറിനകത്ത് എന്താ വരും? ബി എ പ്ലസ് എ ബി എന്നുള്ളത് പ്ലസ് എ പ്ലസ് ബി എന്നുള്ള രീതിയിൽ വേറൊരു ടേമും വരും അല്ലേ. അപ്പം നമുക്കിതിനെ എന്ത് ചെയ്യാം? വേറൊരു കളറിൽ എഴുതാം. ബി എ അതേപോലെ എ ബി കോംപ്ലിമെന്റ് അതേപോലെ എ ബി. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു പ്ലസ് കൊടുക്കുകയാണ്. ആ പ്ലസ് ഞാൻ ഈ യെല്ലോ വെച്ച് കൊടുക്കാം. ഓക്കെ ഓക്കെ, സോ ആ രീതിയിൽ കിട്ടും. അപ്പം ഇതിനകത്തുള്ള എ പ്ലസ് ബി എന്ന് പറയുന്ന ആൾ മാറി ഇരുന്നോട്ടെ. ഓക്കെ, ഇവരങ്ങ് മാറി ഇരുന്നോട്ടെ. എ പ്ലസ് ബി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഞാൻ പ്ലസ് ബ്ലാക്ക് തന്നെ കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ പ്ലസ് ബി എന്നുള്ള ഫോർമാറ്റിലോട്ടൊന്ന് വരും. പിന്നെ നമുക്ക് വീണ്ടും ഒരു ബി കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ബി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബി കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എ പ്ലസ് എ കോംപ്ലിമെന്റ് എന്ന് വരും. എ പ്ലസ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പ്ലസ് എ കോംപ്ലിമെന്റ് ബി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് എ കോംപ്ലിമെന്റ് എന്ന് വരും. ഓക്കെ, എ പ്ലസ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് എ പ്ലസ് എ എന്ന് വരും. ഓക്കെ, അതായത് എന്തെന്ന് വരും? ബി പ്ലസ് എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, ബി പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ബി തന്നെയാണ്. അപ്പം ബി പ്ലസ് എ എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ട് എ പ്ലസ് ബി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അതായത് നമുക്കൊരു ഓർ ഗേറ്റ് ആയിരിക്കും വേണ്ടത്. ഓക്കെ, ഇതൊരു ഓർ ഗേറ്റ് അല്ലേ? 1 ഓർ ഗേറ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. ഓക്കെ, അപ്പം നമുക്കൊരു 1 ഓർ ഗേറ്റ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ് വെക്ടേഴ്സ് ദെൻ ഡൈവേർജൻസ് അല്ല കേൾ ഓഫ് എ ഡോട്ട് ബി ക്രോസ് ആർ എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇതും ഞാൻ ഒരു ആൻസർ എൻ്റെതായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് 18 എടുക്കാം. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 18ാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എടുക്കണം എയും ബി ഒരു കോൺസ്റ്റന്റ് വെക്ടറാണ് അല്ലേ. അപ്പം എയും ബിയും ഒരു കോൺസ്റ്റന്റ് വെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എ എന്ന് പറയുന്നത് ഇതാ. ഓക്കെ, എ എന്ന് പറയുന്നത് ഇതാണ്, ബി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എ ശരിയായില്ല. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, പിന്നെയും പോയി. ഓക്കെ ഓക്കെ, എയും ബിയും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് എ ആണ്. കളർ മാറ്റാം, കളർഫുൾ ആയിക്കോട്ടെ. അതേപോലെ ഇതാരാ? ബി ആ. ഓക്കെ, സോ ഇതാരാ? ഇത് എ എന്ന് നമുക്ക് പറയാം. ഇതാരാ? ബി എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ രണ്ടാൾക്കാരെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെ നമുക്ക് എന്തെന്ന് പറയാം? സി എന്ന് പറയാം. സി എന്നല്ല, അയാളെ നമുക്ക് ആർ എന്ന് പറയാം. ഓക്കെ, ആർ എന്ന് പറയാം.
ഓക്കെ, 6 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 6 നമ്മൾ പറയും. ഓക്കെ, സോ 6 നമ്മൾ പറഞ്ഞു. സോ അതിൽ നിന്ന് ബി ക്രോസ് ആർ ആണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. അപ്പം ബി ക്രോസ് ആർ എടുക്കുമ്പോഴത്തേക്ക് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡയറക്ഷൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക. ഓക്കെ, അതായത് പ്ലെയിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓക്കെ, ബിക്കും ആറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബി ക്രോസ് ആർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ബി ക്രോസ് ആർ എന്ന് പറയുന്നത് ഞാൻ ഇതേ രീതിയിൽ ഇവിടെ എഴുതുകയാണ്. ഓക്കെ, ഞാൻ ഇതിനൊന്ന് സൂം ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തുള്ള രീതിയിൽ എടുക്കാൻ പോവാണ്. ഓക്കെ, ബി ക്രോസ് ആർ ഞാൻ എഴുതാൻ പോവാം. ബി ക്രോസ് ആർ ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഈ ബി ക്രോസ് ആറും എ ഡോട്ടും ആയിട്ടാണ്, എയും ബി ക്രോസ് ആറും ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പം ഇവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം ഞാൻ അതേപോലെ ഇവിടെ ഞാൻ എങ്ങനെയാണോ ഇത് വരച്ചത് അതേപോലെ ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ബി ക്രോസ് ആർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ? അപ്പൊ ഈ ബി ക്രോസ് ആർ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അവിടെ എഴുതാൻ പോവാണ്. ഓക്കെ, ബി ക്രോസ് ആർ എന്നുള്ള രീതിയിൽ പറയാം. സോ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് എ ഡോട്ട് ബി ക്രോസ് ആർ ആണ്. ഓക്കെ, അപ്പൊ എ ഡോട്ട് ബി ക്രോസ് ആർ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? 0 ഡിഗ്രി ആയിരിക്കും അല്ലേ? 0 ഡിഗ്രി അല്ല, 0 വാല്യൂ ആയിരിക്കും. അതായത് ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആയിട്ട് എടുക്കുന്ന ആൾക്കാരുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഡോട്ട് പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട് ഈ പറയുന്ന എ ഡോട്ട് ബി ക്രോസ് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എ ഡോട്ട് ബി ക്രോസ് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേഡിയന്റ് ഓഫ് 0 എന്ന് പറയുന്നത് ആൽവേസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 0 ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ ഇതിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 19ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർത്തോഗണാലിറ്റിയെ പറ്റിയിട്ടാണ്. ഓക്കെ, 19 ഓർത്തോഗണാലിറ്റി പറയുന്നത് എന്താ? ഓർത്തോഗണാലിറ്റി ഡിസ്കസ് ചെയ്യുന്നതൊന്നുമില്ല, ഒരു വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആവുന്ന ആളിനെയാണ് നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു ആളിന്റെ ഓർത്തോഗണൽ വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അയാളും മറ്റേ വെക്ടറും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് 0 ആണോ നോക്കിയാൽ മതി. ഓക്കെ, ഓർത്തോഗണാലിറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഓർത്തോഗണാലിറ്റി ഓക്കെ ഓർത്തോഗണാലിറ്റി ഓക്കെ പറയണമെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്താവണം? 0 ആവണം. ഓക്കെ, അപ്പോൾ ഓർത്തോഗണാലിറ്റി 0 ആവണമെന്നുണ്ടെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്താവണമെന്ന് പറഞ്ഞു? 0 ആവണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കയ്യിലുള്ള എ എന്ന് പറയുന്നത് ആരാ? എ എന്ന് പറയുന്നത് എ ഐ പ്ലസ് ബി ജെ എന്നാണ് അല്ലേ? എ ഐ പ്ലസ് ബി ജെ ആണ് എ എന്ന് പറയുന്നത്. അപ്പം ബി എന്ന് പറയുന്നത് എന്താവണം? മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ ഡോട്ട് ബി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ എ ഡോട്ട് ബി കിട്ടണമെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എങ്ങനെ ആയിരിക്കണം? എ ബി മൈനസ് ബി എ എന്ന് പറയുന്ന രീതിയിൽ ഇത് വരണം. ഓക്കെ, അതെങ്ങനെ കൊണ്ടുവരുത്താൻ പറ്റും? നമ്മുടെ ഓപ്ഷൻസ് നോക്കിയപ്പോഴത്തേക്ക് ബിയും എയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻ ഇത് വരണമെന്ന് അസ്യൂം ചെയ്തേ. അപ്പോൾ ഇത് വരുന്ന ഏതൊരു ഓപ്ഷനേ ഉള്ളൂ? അപ്പം നമുക്ക് ഇതിനകത്ത് പറയാൻ എ ഇൻറ്റു മൈനസ് ബി ഓക്കെ പ്ലസ് ബി ഇൻറ്റു എ. ഓക്കെ, ഇത് കറക്റ്റ് ഓപ്ഷനാണ്. കാരണം എന്താ? എ ഇൻറ്റു മൈനസ് ബി ഓക്കെ മൈനസ് എ ബി പ്ലസ് ബി എ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഓക്കെ, ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായി പോവും? 0 ആയി പോവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി ആണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് ആരായിരിക്കും? ബി എന്ന് പറയുന്നത് മൈനസ് ബി ഐ പ്ലസ് എ ജെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് സിലിക്കണിന്റെ കേസിൽ ഇപ്പം സിലിക്കൺ ഹാസ് എ ഡയമണ്ട് സ്ട്രക്ചർ യൂണിറ്റ് സെൽ എഡ്ജ് എ ഇസ് ഈക്വൽ ടു 0.542 നാനോമീറ്റർ. ദർ ഇന്റർ അറ്റോമിക് സെപ്പറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം ഇല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യണം? സിലിക്കൺ എന്ന് പറയുന്നത് FCC സ്ട്രക്ചർ ആണ്. ഓക്കെ, സിലിക്കൺ എന്ന് പറയുന്നത് ആരുടെ? FCC സ്ട്രക്ചർ ആണ്. ഓക്കെ, FCC ആണ്. സോ FCCയിൽ എയും ആറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 2√2
ആർ ഇസ് ഈക്വൽ ടു എ എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 2√2 ആർ ഇസ് ഈക്വൽ ടു എന്താണ്, എ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് 2√2 ആർ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2√2 ആർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഞാനത് റെഡിൽ എഴുതുകയാണ്. 2√2 ആർ ഇസ് ഈക്വൽ ടു എ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. സോ ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ആറ്റംസ് അടുത്തിരിക്കുകയാണ്, രണ്ടാൾക്കാരുടെ റേഡിയസ് ആർ ആണെങ്കിൽ 2r ആയിരിക്കും അവരുടെ ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് 2r കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, a/√2 എടുത്താൽ മതി. 2r = a/√2 എടുത്താൽ മതി. അതായത് എ എന്ന് പറയുന്നത് ആരാ, എ എന്ന് പറയുന്നത് 0.54 2 1.4 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത് അല്ലേ. അപ്പം ഇൻറ്റു 10⁻⁻19 ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഐ തിങ്ക് 54 1.4 എന്ന് പറയുമ്പോൾ 3 4 3 12 42 4ആണെന്നുണ്ടെങ്കിലോ 4ആണെന്നുണ്ടെങ്കിൽ 40 4 4 16 56 അല്ലേ. അപ്പോൾ അത് വരത്തില്ല, അപ്പോൾ 3 വരും. ഓക്കെ, അപ്പോൾ 3 വരുന്ന ഓപ്ഷൻ ഉണ്ടോ, 3 വരുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്റർഫറൻസ് പാറ്റേൺ ആണ്. ഇന്റർഫറൻസ് പാറ്റേണിന്റെ കേസിൽ നമുക്ക് എങ്ങനെ ഇതിന്റെ വാല്യൂ അസ്യൂം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 2r എന്ന് പറയുന്നത് 2r എത്രയാടാ, 2r എന്ന് പറയുന്നത് എത്രയാ, നമ്മൾ പറഞ്ഞത് 0.383 നാനോമീറ്റർ ആണ്. ഓക്കെ, അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റൻസിറ്റിയെ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ മാക്സ് എന്ന് പറയുന്നത് 25 I0, ഐ മിനിമം എന്ന് പറയുന്നത് I0. ഓക്കെ, എന്നുള്ള രീതിയിൽ I0 അല്ല 9I0 അല്ലേ, 9I0 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്സ് മിനിമം ക്രിയേറ്റ് ചെയ്ത ഇന്റൻസിറ്റീസ് ആണ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു റിലേഷൻ ഉണ്ട്, ഐ മാക്സ് ഡിവൈഡ് ബൈ ഐ മിൻ ഇസ് ഇക്വൽ ടു A1 + A2 the whole square divided by A1 - A2 the whole square. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം 25 / 9 ഇസ് ഈക്വൽ ടു A1 + A2 the whole square divided by A1 - A2 the whole square എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5/3 ഇസ് ഈക്വൽ ടു A1 + A2 divided by A1 - A2 എന്ന് എഴുതാൻ പറ്റും. ഇത് ഒന്നൊന്നും ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ A1 + A2 ചെയ്ത് കഴിഞ്ഞാൽ 2A1, ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2A1 ഇസ് ഈക്വൽ ടു എത്ര എന്ന് വരും, 8 എന്ന് വരും. അതിൽ നിന്ന് A1 ഇസ് ഈക്വൽ ടു എത്ര എന്ന് വരും, 4 എന്ന് വരും. അതേപോലെ 2A2 എന്ന് പറയുന്നത് 5 - 3 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ A2 എന്ന് പറയുന്നത് 1 എന്ന് വരും. ഓക്കെ, അപ്പം ഇന്റൻസിറ്റി I1 എന്ന് പറയുന്നത് എന്താവും, 4ന്റെ സ്ക്വയർ, I1 എന്ന് പറയുന്നത് A1 സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പം I1 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ എത്രയാവും, 16 ആവും. I2 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഓക്കെ, അപ്പോൾ I0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16 I0യും I0 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 16 I0 ആൻഡ് I0 എന്നുള്ള രീതിയിൽ നമ്മുടെ ഓപ്ഷൻ എന്ത് ചെയ്യും, വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സിലബസുമായിട്ട് അല്ലെങ്കിൽ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ബട്ട് എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ 4 ഓപ്ഷൻസും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൻസർ എന്ന് പറയുന്നത് 16 I0 ആൻഡ് I0 ആയിരിക്കും. ഓക്കെ, 16 I0യും I0യും കൂടെ ചേർന്നായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൾണറബിലിറ്റി. സോ അത് വൾണറബിലിറ്റി അനാലിസിസ് കംസ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളത് നോക്കുക. ഇത് വൾണറബിലിറ്റി അനാലിസിസ് മിറ്റിഗേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. സോ അത് ആൻസർ ജനറലി നോക്കി വെക്കുക. ഇതിന്റെ 4 ഓപ്ഷൻസ് എന്താണെന്നുള്ളതും നോക്കി വെക്കുക. ഓക്കെ, അത് നമ്മുടെ ഫിസിക്സ് പാർട്ട് അല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, തൽക്കാലം അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24th ക്വസ്റ്റ്യൻ. സോ 24th ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. 24th ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് 24th
ഓക്കെ 24th നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ടു സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, ഇതിനകത്ത് അറ്റന്വേഷൻ ലെങ്ത്, സ്കിൻ ഡെപ്ത്, പെനിട്രേഷൻ ഡെപ്ത് ഒക്കെ നമ്മുടെ കണ്ടക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? സൂപ്പർ കണ്ടക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഡിഫ്യൂഷൻ ലെങ്ത്. ഓക്കെ, ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ ഫൈൻ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മാജിക് നമ്പർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 25 കൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മാജിക് നമ്പർ. അപ്പം മാജിക് നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, 2, 8, 20, 28, ഓക്കെ 50, 82, 126 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. സോ ഇതിനകത്ത് നമുക്കില്ലാത്ത വാല്യൂ എന്ന് പറയുന്നത് 2 ഉണ്ട്, 8 ഉണ്ട്, 50 ഉണ്ട്, 84 ഇല്ല. ഓക്കെ, അപ്പോൾ 82 ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 82 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 82 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക? മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഫൈൻ. സോ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ ഓപ്ഷൻസിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻസിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇത്തരത്തിൽ 25 ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.